മൈ ഫ്രണ്ട്സ്, എന്താ പരിപാടി? ഒട്ടകം കൊണ്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയാലോ? ഞങ്ങൾ വെള്ളിയാഴ്ചയായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഒട്ടക ബിരിയാണിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലോ. നല്ല ടേസ്റ്റാണ്, രക്ഷയില്ല, സൂപ്പറായിട്ടാണ് കേട്ടോ ഒട്ടക ബിരിയാണി. ഞങ്ങളെല്ലാവരും കൂടി ഉച്ചയ്ക്ക് അറിഞ്ഞ് കഴിച്ചു കേട്ടോ. രക്ഷയില്ല, അടിപൊളി സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, പ്രവാസികളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ കുറച്ച് ഉള്ളി ഒരു കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കണം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതിന് ചതച്ചെടുക്കണം. കുറച്ച് പച്ചവെള്ളം കൂടി അതിൽ ചേർത്ത് ചതച്ചെടുക്കുക. ഒരു തക്കാളി വേണ്ട, മല്ലിയില അരിഞ്ഞത്, ഒട്ടകം കഴുകി റെഡിയാക്കി കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുക്കുക. കുക്കർ വേണം ഒട്ടകം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വേവ് കൂടിയ സാധനമാണത്. നമ്മൾ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ശേഷം ചതച്ച പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. ബീഫിൻ്റെ മാഗി ക്യൂബാണ് ഇട്ട് കൊടുത്തത്. നന്നായി മിക്സ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റി വരുന്ന കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. മീറ്റ് മസാല ഇട്ട് കൊടുക്കണം. കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത ശേഷം ഒട്ടകം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 13 വിസിലിട്ടിട്ട് ഓഫാക്കി വയ്ക്കുക. മുട്ട റെഡിയാവും. ആവശ്യം ഉപ്പും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഓഫാക്കി വയ്ക്കുക. അതിന് ശേഷം അരി കുതിർത്തവിടെ 1 കിലോ അരിയാണ് എടുത്തേക്കണം. ബസുമതി അരി വളർത്തിട്ട് 10-20 മിനിറ്റ് കുതിർത്താൻ വയ്ക്കണം. ക്യാരറ്റ്, അരിക്ക് വേണ്ട ക്യാരറ്റ് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂ, ഏലക്ക, പല ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. 2 കിലോ മുന്തിരി വറുത്തെടുക്കണം. മുന്തിരി വറുത്തെടുക്കുക. നെയ്യ് ഒഴിക്കുക. അതേ എണ്ണയിലാണ് യൂസ് ചെയ്യുക. ഡാൽഡ, ഗ്രാമ്പൂ, ഏലക്ക അതെല്ലാം ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്ത ശേഷം ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കുക. അതിന് ശേഷം കുതിർത്തി അരി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ചൂടോടുകൂടി. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റാനൊന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം. നാരങ്ങ പിഴിയുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ദമ്മയിലവരുടെ വെക്കാം. മുട്ട വന്ന് സെറ്റായി കുറച്ച് കുരുമുളക് പൊടി അതിട്ട് കൊടുക്കുക. അതിനുശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. അരി ലെയർ കൂടെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്യാരറ്റ് മേലെ കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ചതിന് ശേഷം കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.